ഹലോ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ചെയ്യണ കൂട്ടത്തൊരു വീഡിയോയല്ല, നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ സ്വന്തം കല്യാണി ചേച്ചി, ഇറ്റ്സ് മൈ വേ ബൈ കല്യാണി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി കൊല്ലത്ത് എവിടെയാണ് ആ ചേച്ചിയുടെ വീട്. അപ്പോൾ ആ ചേച്ചി നല്ല പ്രശസ്ത യൂട്യൂബറാണ്. ഇപ്പോഴത്തെ ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെലിബ്രിറ്റി അല്ലാത്ത നമ്മുടെ അങ്ങനെ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ കല്യാണി എന്ന് പറയുന്നത്. ഇറ്റ്സ് മൈ വേ ബൈ കല്യാണി എന്നാണ് ആളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം ഞാൻ ആളുടെ സബ്സ്ക്രൈബറാണ്. കണ്ടിന്യൂസ് ആ ചേച്ചിയുടെ വീഡിയോ കാണാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം ചിലൊക്കെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് കുറേ ഇഷ്ടപ്പെട്ട് കാണും, പിന്നെ അവരുടെ കുറച്ച് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ തോന്നില്ല. പക്ഷേ ഈ ചേച്ചിയുടെ മാത്രം ഞാൻ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വേറെ ഒന്നല്ല പറയാനുള്ളത്. നമ്മൾ ഞാനിപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ യൂട്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു റീച്ചൊക്കെ കിട്ടി വരുമ്പോൾ നമുക്ക് കൊളാബും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ആ ഒരു കൊളാബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പൈസ കിട്ടും. അപ്പോൾ ഈ പൈസക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും രാപ്പകൽ അധ്വാനിക്കുന്ന ഈ പൈസക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്നത്, യൂട്യൂബർ എന്ന് പറയുന്ന ആൾക്കാർ പുച്ഛിച്ച് തള്ളും. കുറേ ഒരു 60% ആൾക്കാർ പുച്ഛിച്ച് തള്ളും. യൂട്യൂബ് ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നു, മറ്റേത് മറിച്ചത്. അപ്പോൾ അത് ചെയ്യുന്നതും വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു ഉള്ളി അരിയുമ്പോൾ പോലും നമ്മൾ ക്യാമറ അതിലേക്ക് തിരിച്ചിട്ട് വേണം ഈ ഉള്ളി അരിയാൻ. നമുക്ക് ശരിക്കും 5 സെക്കൻഡ് കൊണ്ട് അരിയുന്ന ഉള്ളി ക്യാമറ തിരിച്ച് ചെയ്യുമ്പോൾ 10 മിനിറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്ത് അത്യാവശ്യം റീച്ച് കിട്ടുമ്പോൾ കൊളാബ് കിട്ടുമ്പോൾ നമ്മൾ അവർക്ക് കൊളാബ് ചെയ്തിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊളാബ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫേസ് ക്രീമോ സൺസ്ക്രീമോ ലിപ്സ്റ്റിക്കോ എന്തോ ആവട്ടെ, ലിപ്സ്റ്റിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവർ എന്തെങ്കിലും പൈസ തരും. ഇത്ര പൈസ ഞങ്ങൾ തരാം, ഇതിനൊന്ന് പ്രൊമോട്ട് ചെയ്ത് കിട്ടണം. കാരണം അവർക്ക് അത്ര സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പൈസ കിട്ടണോണ്ടാണ് അവരത് ചെയ്യുന്നത്. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഫേസിന് ഹാനികരമാവാത്തത്. ഇപ്പോൾ എല്ലാ സംഭവങ്ങളും കൊള്ളൂല. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചായപ്പൊടി തീരെ കൊള്ളില്ല നമ്മൾ കഴിക്കുന്നത്, അതിലിടുന്ന പഞ്ചസാര. എന്നിട്ട് എന്ന് കരുതി നമ്മൾ ചായ കുടിക്കാണ്ടിരിക്കുന്നുണ്ടോ? ദിവസവും എത്ര ചായ വെച്ച് കുടിക്കണവരെ എനിക്കറിയാം. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ക്രീം പ്രൊമോട്ട് ചെയ്തു, അത് ഒട്ടും കൊള്ളില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറി പിടിച്ചു, അങ്ങനെയൊക്കെ സംബന്ധിച്ച് പ്രൊമോട്ട് ചെയ്ത ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കൊടുത്തൊരു ജോലി അവർ ചെയ്യുന്നു. അവർ തേച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, ചൊറിച്ചിലും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ കൊളാബൊക്കെ ചെയ്യുമ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ഇവരിങ്ങനെ കൊളാബൊക്കെ ചെയ്യുന്നത് യൂട്യൂബേഴ്സ്. ഞാൻ കല്യാണി ചേച്ചിയുടെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് ചേച്ചി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ആട്ടെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനിത് അപ്ലോഡ് ചെയ്യണതിൻ്റെ തലേ ദിവസം ആളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരു മുഖത്തെന്തോ പാണ്ടോ എന്തോ ഒരു പാട് വന്നിട്ട് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞിട്ട് അവരെന്തോ കാശിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു തിരിമറിയൊക്കെ നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അതിനെതിരെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ മറ്റേ ആ കാറിലിരുന്നിട്ട് പറയുന്ന ഒരു വ്യക്തിയില്ലേ, സായിയോ, ആ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പറയാനേ പറ്റുള്ളൂ അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണി എന്നുള്ളൊരു വ്യക്തിയുടെ ഒരു തമ്പനയിൽ, ഇപ്പം ഞാനും ഈ വീഡിയോയിൽ തമ്പനയിൽ കല്യാണി വെക്കും, 10 പേര് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ്. അതേപോലെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. എല്ലാവരും ചോറ് തന്നെ തിന്നണം അല്ലേ? അപ്പോൾ കല്യാണിയുടെ ഒരു തമ്പനയിൽ വെച്ചിട്ട് അവർക്കെതിരെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്നുള്ളൊരൊറ്റ ബോധ്യത്തോട് കൂടിയിട്ടാണ് അവരിത് ചെയ്യുന്നത് അല്ലേ? അതായത് ഇത്രയും ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് സ്വന്തം മുഖത്ത് പാട് വന്നിട്ട് അറിയിക്കാണ്ട് ക്ലിനിക്കിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചടി കിട്ടിയത് കർമ്മയാണ്, മറ്റേതാണ്, മറിച്ചതാണ്, തിരിച്ചു കിട്ടിയില്ലേ, കർമ്മ കിട്ടിയില്ലേ, മറ്റേത് കിട്ടിയില്ലേ, മറിച്ചത് കിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് ഗൈസ് വരുന്നത്. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മിക്കവർക്കും ചിലപ്പോൾ കല്യാണിനെ അറിയില്ലായിരിക്കും. അവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുന്നുണ്ടാവും, ഇവർ എന്തോ ആരെയും പറ്റി പറയുന്നത്. പക്ഷേ അറിയണവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. കൂടിയിട്ട് പോയ 1000-2000 പേര് കാണും എൻ്റെ വീഡിയോ. എന്നാലും എനിക്ക് പറയണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് കർമ്മ തിരിച്ചു കിട്ടിയില്ലേ? വാട്ട് യു മീൻ ബൈ കർമ്മനെ എനിക്ക് മനസ്സിലാവുന്നില്ല. കർമ്മ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും A to Z ആൾക്കാരും കല്യാണിക്കെതിരെ പറയുന്നുണ്ട് കർമ്മ തിരിച്ചു കിട്ടി, ആൾക്കാരെ പറ്റിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ആൾക്കാർ ഈ കല്യാണിനെ വെച്ചിട്ട് ഈ തമ്പനയിൽ ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് വെറുതെയാണോ? പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ അവരുടെ വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ എവിടെയോ കിടക്കണ കല്യാണിനെ പറ്റിയിട്ട് ഇത് ചെയ്യണം എന്തിനാണ്?
എല്ലാവർക്കും ആവശ്യം നമ്മുടെ വീഡിയോ റീച്ച് ആവണം, അതിനുള്ളിൽ നമുക്ക് ഏർണിങ്സ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ കല്യാണിയും അതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന എല്ലാ വ്യക്തികളോടും ഇപ്പോൾ എൻവൈബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ്, അതിൽ നിന്നിട്ട് പറയാണ് ഞങ്ങളുടെ ഒരു ലിപ്സ്റ്റിക്ക് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപ തരാമെന്ന്. ഈ പറയുന്ന 100% ആൾക്കാരും എന്തായാലും ഇത് തേച്ച് നോക്കിയിട്ട് വല്ല കുഴപ്പമില്ലെങ്കിൽ കൊളാബയും. എന്നിട്ട് വേറൊരാൾ പറയുകയാണ് ഇത് തേച്ചിട്ട് എനിക്ക് ചോദിച്ചില്ല, അപ്പോൾ നിങ്ങൾ എന്നെ പറ്റിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സമ്മതിക്കുമോ? അപ്പം സമ്മതിക്കില്ല. പിന്നെ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കമൻറ്റ്സിലും പെണ്ണുങ്ങളാണ് നെഗറ്റീവ് കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. പെണ്ണുങ്ങളെ കണ്ടുകൂടാ, സത്യം പറയാലോ. ആണുങ്ങളെക്കാളും കുശുമ്പോൾ പെണ്ണുങ്ങൾക്കാണ്, പെണ്ണുങ്ങളോട് തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയായിട്ടില്ല, അവർ ഓൾറെഡി ഒരു സെലിബ്രിറ്റി അല്ല, ഒരു സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു. അതിനുശേഷം അവർ തന്നെ അവരെ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്തിട്ട് അവർ തന്നെ റീച്ചായി, അവർ അടിപൊളിയായി വന്നപ്പോൾ ചെറിയൊരു കുശുമ്പ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറൊന്നല്ല. വേറെ എവിടെയോ കിടക്കണ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം മണപ്പുറം ഫിനാൻസിനെ കുറ്റം പറയുന്നില്ല കേട്ടോ. മണപ്പുറം ഫിനാൻസ് അതിൻ്റെ പരസ്യം ചെയ്തിരുന്ന ആരാണ്? മോഹൻലാലാണ്. അപ്പോൾ ഈ മണപ്പുറം ഫിനാൻസിൽ പലിശ ഉണ്ടെന്ന് കരുതി മോഹൻലാലിനെതിരെ ആരെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. എല്ലാവരും പരസ്യം ചെയ്യുന്നത് അത് ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് കരുതിക്കൊണ്ടല്ല. പ്രധാനപ്പെട്ട കാര്യം അവർക്കൊരു ഏർണിങ്സ് കിട്ടും. ഇപ്പം നമ്മൾ മേടിക്കുന്ന A to Z കാര്യങ്ങളും ഒരു തവണയെങ്കിലും നമ്മൾ പരസ്യം കണ്ടിട്ടല്ലേ നമ്മൾ മേടിക്കുന്ന സൺസ്ക്രീൻ ആയാലും ലിപ്സ്റ്റിക് ആയാലും മോയ്സ്ചറൈസർ ആയാലും ഇവനെ ഒരു പൗഡർ ആണെങ്കിലും സോപ്പാണെങ്കിലും ചീപ്പാണെങ്കിലും എല്ലാം നമ്മൾ ഈ ഒരു പരസ്യം കണ്ടിട്ടാണ്. ഇതൊക്കെ അടിപൊളിയാണെന്ന് വെച്ചിട്ടാണ്. ഒരു പരസ്യം ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടേ പറയുള്ളൂ. ഇപ്പോൾ ഒരു ജ്വല്ലറി പരസ്യം ചെയ്യുമ്പോൾ എന്ത് പരസ്യം ചെയ്താലും അതിനെ ഏറ്റവും കൂടുതൽ അടിപൊളിയാക്കിയിട്ടായിരിക്കും അവർ ഇത് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കൊളാബ് ചെയ്തിട്ട് ഇത് അത്ര കൊള്ളൂല കേട്ടോ. അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റിന് നമുക്ക് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു പൈസ തരും? അങ്ങനല്ല. അപ്പോൾ ആ ചേച്ചിയുടെ ജോലിയല്ലേ ചെയ്യുന്നേ. അതിന് ഇത്ര പേര് തീ ചൊറിയണം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് അവരിത്ര അടിപൊളിയാവുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒരാൾക്കും. പിന്നെ അവർ നല്ല സുന്ദരിയാണല്ലേ, നല്ല സുന്ദരിയാണ്. അപ്പോൾ അവരുടെ ലൈഫ് അടിപൊളിയാണ്. അപ്പം നമ്മുടെ ലൈഫ് അങ്ങനെയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു ഒരു ഫ്രസ്ട്രേഷൻ കയറാം. അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ കിടന്ന് എല്ലാവരും ഈ പട്ടികളെ പോലെ ഇങ്ങനെ കുറക്കണത്. സത്യമായിട്ടോ അതെ. പിന്നെ ഈ സായി എന്ന് പറഞ്ഞ ആൾ ബിഗ് ബോസിൽ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ പോണതിന് മുന്നും ഈ ബിഗ് ബോസിലുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഇവർക്ക് ഇങ്ങനെ ചെയ്തൂടെ, അങ്ങനെ ചെയ്തൂടെ, മറ്റത് ചെയ്തൂടെ, മറിച്ചത് ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് ബിഗ് ബോസിൽ പോയതിന് ശേഷം മൂഞ്ചി തന്നെ ഇങ്ങോട്ട് പോകുന്നില്ലേ. അപ്പോൾ ഈ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യാനേ ആൾക്കാർക്ക് പറ്റുള്ളൂ. കളത്തിലിറങ്ങി കളിക്കാനായിട്ട് പറ്റില്ലേ. മറ്റേ നമ്മുടെ റോബിൻ പറഞ്ഞ പോലെ കളത്തിലിറങ്ങി കളിക്കുന്നത് ഈ കാറിലിരുന്ന് വർത്താനം പറയണ പോലെയല്ല എന്ന് പറയുന്നത് കറക്റ്റല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക. അവരെങ്ങനെയെങ്കിലും അവരുടെ ഇതിനനുസരിച്ച് നമ്മളൊന്നും ചെയ്തിട്ടൊന്നല്ലല്ലോ അവർ ഇത്രയും ഏർണിങ്സ് സമ്പാദിക്കുന്നതും ഇത്രയും ഉയരങ്ങളിൽ എത്തുന്നതും. ഇപ്പോൾ 1 million ഒക്കെ കഴിഞ്ഞില്ല അവരുടെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചേച്ചിയാണ്. പേഴ്സണലി എന്ന് പറയുമ്പോൾ എനിക്ക് ആ ചേച്ചിനെ അറിഞ്ഞൂടാ, ചേച്ചിക്ക് എന്നെ അറിഞ്ഞൂടാ കേട്ടോ. ചേച്ചിന്നൊന്നും വിളിക്കേണ്ട, എന്നെക്കാളും 2 വയസ്സ് മൂത്തതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ കല്യാണിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഭയങ്കര എൻ്റെ ഒരു ഇതുപോലെയാണ് എനിക്കതിനോട്. അതുകൊണ്ടാണ് എനിക്ക് അതിനെ പറയുമ്പോൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെടാത്തത്. മുന്നും ഇതേപോലെ ഒരുപാട് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അന്ന് എനിക്കിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. വെറുതെ അവർ ഏതോ ഒരു ക്രീം തേച്ചിട്ടാണ് എന്തോരം പേര്, ഇപ്പോൾ ഒരു സ്കിൻ ഡോക്ടറെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തോരം പേര് വൈകുന്നേരം ഇവിടെ വരുന്നു. ഇതൊക്കെ കല്യാണി പറഞ്ഞിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് വരുന്നവരാണോ? അല്ല. അതൊക്കെ നമ്മളായിട്ട് പരസ്യം കണ്ട് നമ്മളായിട്ട് മേടിച്ച് ഇതാക്കണം. കല്യാണിയുടെ വീഡിയോ കണ്ട് മേടിക്കാനായിട്ട് ആരും അവരെ ഫോഴ്സ് ചെയ്യുന്നില്ല, ഒരാളെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇത് നല്ലതാണ്, ആ കല്യാണി പറ്റിക്കുന്നതാണെങ്കിൽ നിങ്ങൾ മേടിക്കണ്ട. എന്നിട്ട് മേടിച്ച് ഉപയോഗിച്ച് വല്ലതും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ലെക്സിൻ്റെ പരിസരത്തിൽ കരീന കപൂർ അഭിനയിക്കുന്നുണ്ട്, മണപ്പുറത്തിന് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്, പിന്നെ എന്താണ് അങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും ഓരോരുത്തർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ പോയി റിയാക്റ്റീവ് വീഡിയോ ചെയ്യുന്നതാണോ ശരി എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് ഏറ്റവും ചിരി വന്നതാണ് കർമ്മ തിരിച്ചു കിട്ടിയില്ലേ, കർമ്മം മറ്റേതല്ലേ, എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് പറയാനായിട്ട്. ഈ കല്യാണിക്ക് മുഖത്ത് പാട് വന്നതാണ്. എനിക്കിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ വലിയൊരു പാണ്ടായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവർക്കിപ്പോൾ അത്യാവശ്യം ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു മുഖത്തിന് വല്ല കുരു കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ അതിപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് തയ്ച്ചാലും ഇപ്പോൾ സായി പല്ലവിയുടെ മുഖത്ത് കുരു കണ്ടില്ല, അവർക്ക് നല്ലത് മേടിച്ച് തേക്കാൻ കഴിയില്ലാണ്ടാണോ? അല്ല, ഓരോരുത്തരുടെ ജനറ്റിക് സ്ട്രക്ചറാണത്. മുഖത്ത് കുരു എന്നത് മറ്റേത് മറിച്ചത്. അപ്പോൾ അതൊരു ക്രീം തേച്ചിട്ടോ മറ്റേതോ മറിച്ചതോ അല്ല.
ചിലവർക്ക് ചിലപ്പോൾ വെളിച്ചെണ്ണ തേക്കുമ്പോൾ ചിലർക്ക് കുരു വരും. ചില ഭക്ഷണങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കല്യാണി അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, വറുത്തതും പൊരിച്ചതൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഡയറ്റ് നോക്കിയതുകൊണ്ടാണ് അതുകൊണ്ട് കുറച്ച് കുറഞ്ഞത്. അപ്പോൾ എന്താണ്, അപ്പോൾ അങ്ങനെ കുരു വന്നതായിരിക്കും. ചിലപ്പോൾ ഒരു കുരുവിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും പോയി കാണാൻ പോയത്. അപ്പോൾ എന്തിട്ടാണ്, അപ്പോൾ അതിന് കർമ്മ തിരിച്ചു കിട്ടിയില്ലേ, മറ്റേത് തിരിച്ചു കിട്ടിയില്ലേ, മറിച്ചത് തിരിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും കോമഡിയാണ് ആ പറയുന്നത്. ഭയങ്കര സിനിമ ഡയലോഗൊക്കെ പോലെ പറയാനൊക്കെ വൻ ചിരി വരും. അപ്പോൾ എന്താണ്, എല്ലാവർക്കും അവരവരേതായ ഓൺ കണ്ടൻറ് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ പറയും അപ്പോൾ നിനക്ക് കല്യാണിയുടെ കണ്ടൻറ് എടുക്കാതിരുന്നൂടെ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് കല്യാണി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അവർ ആരെ അറിയിക്കാണ്ട് പോയിട്ട് സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് എന്നിട്ടാണ് നമ്മളോട് പറഞ്ഞില്ല, എന്നിട്ട് നാട്ടുകാരെ മൊത്തം അവർ പറ്റിച്ചു എന്നൊക്കെ പറയണതിൽ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കില്ല. അപ്പോൾ ഇതിലാരെങ്കിലും വലിയ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാൽ എനിക്ക് വലിയ ബാധിക്കാൻ പോകുന്നില്ല. കാരണം കൂടിപ്പോയി 2000 പേര് ഇതിൽ കാണും. അതിൽ 500 പേര് ചിലപ്പോൾ കമൻറ്റ് ഇടുമായിരിക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ വലിയ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞാണ്. ആരും ആ ചേച്ചിനെ പോസിറ്റീവായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യണിട്ടില്ല, എല്ലാവരും നെഗറ്റീവായിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചേച്ചിനെ മാത്രം ഇങ്ങനെ എല്ലാവരും നെഗറ്റീവ് ആക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പലരെ നെഗറ്റീവ് വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവും. പക്ഷെ കല്യാണിയുടെ വീഡിയോയിൽ വലിയൊരു ഇങ്ങനെ കർമ്മ തിരിച്ചു കിട്ടിയില്ല എന്നൊക്കെ പറയാനുള്ളൊരു പ്രഹസനമൊന്നും ആ ചേച്ചി കാണിക്കുന്നില്ല. പിന്നെ ആൾ കുറച്ചൊരു ജോളി ടൈപ്പാണ്. അപ്പോൾ അത് അങ്ങനത്തെ നേച്ചറാണ്. ആ നേച്ചർ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ എന്നെ ആളെ സബ്സ്ക്രൈബ് ചെയ്യിക്കാനായിട്ട് ഒരാളും പ്രഷർ ചെയ്തതല്ല. ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ഓൺ മൈൻഡിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. അതുപോലെ തന്നെ ആയിരിക്കില്ല ഈ 1 മില്യൺ സബ്സ്ക്രൈബറും കഴിഞ്ഞപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരാളും വന്ന് ഫോഴ്സ് ചെയ്യുന്നില്ല, എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് ചെയ്തിട്ട് പിന്നെ അവിടെ കിടന്ന് ഈ കമൻറ്റുകൾ കുറേ കമൻറ്റ് അടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ കമൻറ്റ് അടിക്കുള്ളൂ. അവരുടെ ജീവിതമായിട്ട് നല്ല അടിച്ചുപൊളിച്ച് മുന്നോട്ട് പോകണം. നല്ല എന്തിട്ടാണ് സപ്പോർട്ടായിട്ടുള്ള ഹസ്ബൻഡ്, മോൻ, അമ്മ, അച്ഛൻ, അമ്മായിയമ്മ, അമ്മായിച്ചൻ, നാത്തു, അങ്ങനെ എല്ലാവരും അടിപൊളിയാണ്. പിന്നെ ഒരു ആങ്ങള, അപ്പോൾ എല്ലാവരും അടിപൊളിയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു കുശുമ്പുള്ളത്. എന്താ സപ്പോർട്ടല്ലേ ശരിക്കും. അതേപോലത്തെ ഒരു ലൈഫ് ശരിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ഉണ്ടാകാം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബേഴ്സ് എല്ലാവരും സന്തോഷവാന്മാരായിരിക്കില്ല. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ രേണുസുദിനെ കണ്ടെടുത്തൂടെ, നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞ ആളാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടായിരുന്നു. അവരെ മോനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് നെഗറ്റീവ് കഴിഞ്ഞിട്ടും സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അവർ ഇന്നലെ നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരെ മോനെ നോക്കണം. അതൊന്നും നമ്മൾ അറിയാണ്ട് എന്തൊക്കെ പറഞ്ഞു കൂട്ടി അവരെന്താ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൂട്ടി. ഒരാളുടെയും പേഴ്സണൽ ലൈഫല്ല യൂട്യൂബ്. നിങ്ങൾ എന്താണോ കാണേണ്ടതെന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത്, അതേ നിങ്ങൾ കാണുന്നുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇപ്പോൾ എന്തെല്ലാം നെഗറ്റീവുകൾ, നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഫുള്ള് കരഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ ആ കരയണതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല, നമ്മുടെ സന്തോഷം മാത്രം കാണിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സന്തോഷങ്ങൾ കാണിക്കാനാണ് ആഗ്രഹം. എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് സങ്കടങ്ങളുണ്ട്, അപ്പോൾ അതൊന്നും നമ്മൾ കാണിക്കില്ല. അപ്പോൾ അതും കരുതിക്കൊണ്ട് നമ്മൾ അടിച്ചുപൊളിയല്ലേ മറ്റേതല്ലേ മറിച്ചുള്ള നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. പണ്ടൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ വിഷമമൊന്നുമില്ല. അപ്പോൾ കല്യാണി ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷം ഈ വീഡിയോ കാണുവാണെങ്കിൽ കല്യാണി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബി സ്ട്രോങ് ആയിട്ട് പോവുക. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ ചേച്ചി ഇതിലും വലിയ ഉയരത്തിലെത്തിയിരിക്കാം. അപ്പോൾ എന്നെങ്കിലും ഒരു ദിവസം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു ദിവസം ചേച്ചിനെ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.